ഹലോ മൈ സൂപ്പർ ലേഡീസ്, വെൽക്കം ബാക്ക് ടു സോയ് സ്റ്റഡി വ്ളോഗ്. അപ്പോൾ നമ്മൾ എന്നത്തെയും പോലെ രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട്. രാവിലെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഷെഫൊക്കെ ചെമ്മീൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തലേന്ന് ചെമ്മീൻ വാങ്ങിച്ച് വന്നപ്പോൾ, രാത്രി ചെമ്മീനായിട്ട് വന്നപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്തിനാണ് ഈ രാവിലെ തിരക്കിട്ട് എല്ലാം ചെയ്യുന്ന സമയത്ത് ചെമ്മീൻ കൊണ്ടുവന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ക്ലീനാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് മൂപ്പര് വേഗം ക്ലീനാക്കാൻ വേണ്ടിയിട്ട് നിന്നു. അപ്പോൾ നമ്മൾ ചോറൊക്കെ ആയി, ചെമ്മീനൊക്കെ മസാല തേച്ച് വെച്ചു, അതുപോലെ വെണ്ടയ്ക്കൊക്കെ അരിഞ്ഞ് മസാലയൊക്കെ തേച്ച് വെച്ചതിന് ശേഷം ഞാൻ ഷെഫുക്കും കൂടെ നടക്കാൻ വേണ്ടി ഇറങ്ങി. നമ്മളിപ്പോൾ ഡെയിലി നടക്കാറുണ്ട്. ഒരു 5:45, 6 മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ ഒരു അരമണിക്കൂർ നടന്നിട്ട് തിരിച്ചു വരും. അതിന് ശേഷമാണ് പിന്നെ ഷെഫുക്ക് ചായയൊക്കെ കുടിച്ചിട്ട് പോവുക. അപ്പോൾ ഞാൻ തിരിച്ച് വന്നതിന് ശേഷം പിന്നെ വേഗം പൂരിക്കുള്ള മാവൊക്കെ കുഴയ്ക്കുകയാണ്. അതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി ഷെഫുക്കൻ്റെ ടിഫിനൊക്കെ സെറ്റാക്കിയിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ ഷെഫുക്കനെ പറഞ്ഞയക്കാൻ. ഓക്കെ, അപ്പോൾ ഷെഫുക്ക് ജ്യൂസൊക്കെ അടിക്കുന്നുണ്ട്. ഷെഫുക്ക് ഒരു ഗ്ലാസ് രാവിലെ ജ്യൂസ് നിർബന്ധം കേട്ടോ. അപ്പോൾ ജ്യൂസ് കുടിച്ചതിന് ശേഷം പിന്നെ ബാക്കിയുള്ളത് നമ്മളെല്ലാവരും കൂടെ കുടിക്കും, ഞങ്ങൾ 4 കൂടെ. അപ്പം നമ്മൾ നടന്നൊക്കെ വന്നപ്പോഴേക്കും ലേറ്റായി. അപ്പോൾ ഷെഫൊക്കെ പറഞ്ഞു, ഇനിയിപ്പം പത്തിരിയൊന്നും ഉണ്ടാക്കണ്ട, ചോറിനെ ഞാൻ കഴിച്ചോളാം, എന്നിട്ട് ഞാൻ വേഗം പോട്ടെ, ലേറ്റ് ആവുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഷെഫൊക്കെ തന്നെ കുറച്ച് തക്കാളിയൊക്കെ എടുത്തിട്ട് തക്കാളി കറിയൊക്കെ ഉണ്ടാക്കി കേട്ടോ. തക്കാളി മിക്സിയിലിട്ട് അടിച്ചതിന് ശേഷം എന്തൊക്കെ കറിയൊക്കെ ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എനിക്കത് ടേസ്റ്റ് ചെയ്യാനൊക്കെ തന്നു നോക്കി. അപ്പോൾ സംഭവം രസമുണ്ടായിരുന്നു. ഞാൻ ആദ്യം വേണ്ട, അങ്ങനെ ഉണ്ടാക്കേണ്ട, വെറുതെ വേസ്റ്റ് ആവും എന്നൊക്കെ പറഞ്ഞിട്ട് ഷെഫൊക്കെ പറഞ്ഞു, ഞാൻ ഉണ്ടാക്കിയാൽ വേസ്റ്റ് ആവില്ല, കഴിച്ച് നോക്കുന്നൊക്കെ പറഞ്ഞു. അപ്പം കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു 7:30 ആയപ്പോഴേക്കും 7 ആയപ്പോൾ ഷെഫൊക്കെ പോയി കേട്ടോ. അതിന് ശേഷം പിന്നെ ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇരുന്നത്. അപ്പം ഇന്ന് നമ്മൾ ആദ്യം നോക്കുന്നത് ICDSൻ്റെയാണ്. ICDS ആണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. ഫാമിലി എന്ന് പറയുന്ന, സോഷ്യോളജിയിലെ ഫാമിലി എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഞാൻ ആദ്യം നോക്കുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മളത് പഠിച്ചു കഴിഞ്ഞതാണ്, അതുപോലെ തന്നെ റിവിഷനും ഒരു വട്ടം കഴിഞ്ഞതാണ്. അപ്പോൾ ഇത് സെക്കൻഡ് റിവിഷനാണ് ഫാമിലിയുടെ. നമുക്ക് എൻ്റെ ICDSൽ ഒരുപാട് ഇനിയും ഞാൻ നോക്കാത്ത ഭാഗങ്ങൾ ഇനിയുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ സോഷ്യോളജി കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്തതിലോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഫാമിലി കംപ്ലീറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സെഷനൊക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞാനിതേ ബാക്കിയുള്ള ചെമ്മീൻ പൊരിക്കുകയാണ്. ഷെഫൊക്കെ ഞാൻ കുറച്ച് മാത്രമേ പൊരിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്കുള്ളതും കൂടെ പൊരിച്ച് പപ്പടം പൊരിച്ചതിന് ശേഷം ഫുഡൊക്കെ കഴിച്ചു. അതിന് ശേഷം നമ്മൾ അടുത്തത് LDCക്ക് വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. ബയോളജിയിൽ കുറച്ച് കാര്യങ്ങളും കൂടെ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചേക്കുന്നത് കേട്ടോ. അപ്പം എൻ്റെ അടുത്ത് ടിപ്സൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടിപ്സ് എന്ന് പറയാൻ ഞാൻ നേരത്തെ നിങ്ങൾ എഴുതി പഠിക്കുന്നത് കണ്ടില്ല, അത് എഴുതി പഠിക്കുകയല്ല, ഞാൻ പഠിച്ചു കഴിഞ്ഞ സംഭവങ്ങളൊക്കെ ജസ്റ്റ് ഇങ്ങനെ എഴുതി നോക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് നിങ്ങളടുത്ത് പറയണമെന്ന് തോന്നിയൊരു സംഭവം കേട്ടോ. ഇപ്പം ഫാമിലിയിൽ നമ്മൾ 2 മാരേജ് ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് പോളിഗമി നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ. അപ്പോൾ പോളിയാൻഡ്രിയും പോളിജിനിയും നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പം പോളിജിനിയും പോളിയാൻഡ്രിയും മിക്കവാറും സോഷ്യോളജി ബാക്ക്ഗ്രൗണ്ട് അല്ലാത്ത എല്ലാവർക്കും മാറിപ്പോകാൻ ചാൻസ് ഉള്ളൊരു സാധനമാണ്. സോഷ്യോളജി ബാക്ക്ഗ്രൗണ്ടുള്ള ആളുകൾക്കും പലപ്പോഴും മാറിപ്പോകുന്നൊരു സംഭവമാണ് പോളിജിനിയും പോളിയാൻഡ്രിയും ഒക്കെ. അപ്പം ഞാനത് ഓർത്ത് വെച്ചതെന്ന് വെച്ചാൽ, മീൻസ് ഞാൻ +2 പഠിക്കുന്ന സമയത്ത് പോളിജിനി ഫസ്റ്റ് പഠിക്കുന്ന സമയത്തിന് എനിക്ക് മാറിപ്പോവുമായിരുന്നു. അപ്പോൾ ഞാനത് ഓർത്ത് വെച്ചത്, എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്ത് ജിനി എന്ന് പറയുന്നൊരു ചേച്ചി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഓർത്ത് വെച്ചത് ജിനി ചേച്ചിയുടെ ഹസ്ബൻഡിന് 2 ഭാര്യമാരുണ്ട് എന്നുള്ളതാണ് പോളിജിനി എന്ന് ഓർത്ത് വെച്ചത്. അതേപോലെ നിങ്ങൾ പഠിക്കുന്ന സംഭവങ്ങൾ അത്രയും ഡിഫിക്കൽട്ടായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന സാധനങ്ങൾ, അല്ലെങ്കിൽ മാറിപ്പോവും, കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതൊക്കെ നിങ്ങൾക്ക് തോന്നുന്ന സാധനങ്ങൾ നിങ്ങൾ ഇതേപോലെ ഡെയിലി ലൈഫായിട്ട് ബന്ധപ്പെടുത്തി കണക്ട് ചെയ്തിട്ട് പഠിക്കാവുന്നതാണ്. ഇപ്പോൾ എനിക്ക് ഒരിക്കലും ഞാൻ അതിനുശേഷം ഞാൻ മറക്കാറില്ല എന്താണ് പോളിജിനി, എന്താണ് പോളിയാൻഡ്രി എന്നുള്ളത്. കാരണം പോളിജിനി എന്ന് കേൾക്കുമ്പോൾ തന്നെ എൻ്റെ മൈൻഡിലോട്ട് ആദ്യം വരാം, ജിനി ചേച്ചിയുടെ ഹസ്ബൻഡിന് 2 ഭാര്യമാരുണ്ട്. അപ്പോൾ പോളിജിനി 1 ഹസ്ബൻഡ് മോർ ദാൻ 1 വൈഫ് എന്നുള്ളത് എൻ്റെ മനസ്സിലോട്ട് ഓടി വരും.
അപ്പം ആ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കണക്ട് ചെയ്തിട്ട് പഠിക്കാം. നിങ്ങളായിട്ട് അടുത്ത ആളുകളുടെ ബർത്ത്ഡേ, വെഡിങ് ആനിവേഴ്സറി, അങ്ങനത്തെ ഡേറ്റുകൾ, ഇയേഴ്സൊക്കെ പഠിക്കാൻ നിങ്ങൾക്ക് ഈ രീതിയിൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുമായിട്ട് ഇൻസിഡൻസുമായിട്ടൊക്കെ കണക്ട് ചെയ്തിട്ട് നമുക്ക് ഓർത്ത് വെക്കാവുന്നതാണ് കേട്ടോ. പിന്നെ നമുക്ക് അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൺഫ്യൂസ്ഡ് ആയി പോകുന്ന പല ഫാക്ട്സും നമ്മൾ ആ രീതിയിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ മാറിപ്പോവില്ല. അപ്പോൾ അത് നിങ്ങളടുത്ത് പറയണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ആ ചേച്ചീൻ്റെ വീഡിയോ ഒന്നും കാണാതിരുന്നാൽ മതിയായിരുന്നു. കേട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ തല്ലാൻ വരും. ജിനി ചേച്ചീൻ്റെ ഹസ്ബൻഡിന് 2 ഭാര്യ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് നമ്മുടെ ബാക്കി സെഷനും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ചായ മസ്റ്റാണ്. അപ്പോൾ ഞാനിത് ചായ ഉണ്ടാക്കാൻ വേണ്ടി നിന്നു. അപ്പോൾ കുട്ടികളും ഉമ്മയും സോജയും എല്ലാവരും കൂടെ ആയിട്ട് ഉമ്മൻ്റെ സിസ്റ്റർ വീട്ടിൽ പോയി കേട്ടോ. വൈകുന്നേരം ആയപ്പോൾ അവർ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. വെറുതെ പോയി കുറച്ച് നേരം സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ അടുത്ത് തന്നെയാണ് വീട്, നടന്ന് പോകാനേ ഉള്ളൂ. അവരെല്ലാവരും കൂടെ അങ്ങോട്ട് പോയപ്പോൾ ഞാൻ വേഗം ചായ എടുക്കാൻ വന്നു. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് ഈ ജിലേബി എന്ന് പറയുന്നത്. കുഞ്ഞി ജിലേബി എൻ്റെ ഫേവറേറ്റാണ്. ഒരു കാലത്ത് ഞാൻ ഇത് മാത്രമേ കഴിക്കുന്നുണ്ടായിരുന്നുള്ളൂ. എൻ്റെ കല്യാണമൊക്കെ ഉറപ്പിച്ച സമയത്ത് ഷെർഫൊക്കെ എനിക്ക് ഇപ്പോഴും ഗിഫ്റ്റൊക്കെ ആയിട്ട് ഇതൊക്കെ ആയിട്ട് വരുമായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് പുറത്ത് പോയാൽ ഇത് വീട്ടിലോട്ട് കൊണ്ടുപോകാനൊക്കെ വാങ്ങി തരുമൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ എനിക്ക് അതിനോട് മടുപ്പായി, കഴിച്ച് മടുപ്പായി. മധുരം ഒക്കെ പിന്നെ വല്ലാത്തൊരു മടുപ്പ് തോന്നിയപ്പോൾ ഞാൻ നിർത്തി. ഇപ്പോൾ പിന്നെ ഒന്ന് വാങ്ങിച്ചപ്പോൾ എനിക്ക് നല്ലൊരു എന്താ പറയുക നൊസ്റ്റാൾജിക്കൊക്കെ തോന്നി. അപ്പം ഞാനെടുത്ത് കുറച്ച് കഴിച്ചു. എനിക്കിങ്ങനെ അത് കാണുമ്പോൾ എനിക്ക് ബേക്കറിയിലാണെങ്കിലും എനിക്ക് കാണുമ്പോൾ ഇങ്ങനെ തോന്നുന്നു ഇതിൻ്റെ ഫേവറേറ്റ് ആയിരുന്നല്ലോ എന്ന്. പക്ഷെ എനിക്ക് കഴിക്കാൻ വലിയ ഇൻട്രസ്റ്റ് തോന്നാറുണ്ടായിരുന്നില്ല. പിന്നെ അതിന് ശേഷം പിന്നെ നമ്മൾ LDCയുടെ ക്വസ്റ്റ്യൻസൊക്കെ തൊഴിൽ വീതി ഉണ്ടായിരുന്നു. അപ്പോൾ തൊഴിൽ വീതി ഞാൻ ചെയ്യാൻ നോക്കിയിട്ടില്ല, പക്ഷെ കുറച്ച് വായിച്ചു നോക്കി. ഒരുപാടുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ തൊഴിൽ വീതി എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാറില്ല കേട്ടോ. പല സമയത്തും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, ഒരുപാട് ബാക്കിയുണ്ട്. അപ്പം ഞാനൊന്ന് കുറച്ച് നേരം ഇരുന്ന് വായിച്ചു നോക്കി. ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് ചെയ്തു നോക്കിയിട്ടില്ല. അത് ടൈം കിട്ടി ചെയ്യണം എന്ന് നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് ചെയ്യാൻ സമയം കിട്ടാറില്ല. പിന്നെ തൊഴിൽ വീതി ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ CA നോക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ അതും ഞാൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ സോഷ്യോളജിയിൽ തന്നെ നമ്മൾ ഡൊമസ്റ്റിക് വയലൻസ് അത്തരത്തിലുള്ള കുറച്ച് ഭാഗങ്ങളുണ്ട്. അപ്പം അതെല്ലാം ഒന്ന് പഠിക്കണം എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കുട്ടികളും ഉമ്മയും സോജയും എല്ലാവരും കൂടെ ഉമ്മൻ്റെ സിസ്റ്റർ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ തിരിച്ച് വരുന്ന സമയത്ത് അവരിങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ പിന്നെ ഒരു 10 മണിയൊക്കെ കഴിഞ്ഞിട്ട് പോകാൻ വേണ്ടിയിട്ട് പിന്നെ ഭയങ്കര കളിയായിരുന്നു. എല്ലാം ഒന്നും നോക്കാതെ വാരി വരച്ചിട്ട് ഭയങ്കര കളിയായിരുന്നു. പിന്നെ ഇപ്പോൾ മഴയൊക്കെ ആണല്ലോ, അപ്പം തിരുമ്പിയതൊക്കെ അകത്ത് തന്നെയാണ് കസേരയിലും കണ്ണി കണ്ട സ്ഥലത്ത് മുഴുവൻ തിരുമ്പിയത് ഇട്ട് എങ്ങനെയൊക്കെ ഉണക്കി എടുത്തോണ്ടിരിക്കട്ടെ. അപ്പോൾ അതാണ് ഡ്രസ്സൊക്കെ ഇങ്ങനെ കിടക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മളിത് മക്കളൊക്കെ ആയിട്ട് ഭയങ്കര രസമായിട്ടുള്ള കളിയൊക്കെ ആയിരുന്നു. ആദമാണെങ്കിൽ ഇങ്ങനെ ഈ ചെറുതിനെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് ഇങ്ങനെ വെറുപ്പിച്ചുകൊണ്ടിരിക്കണം, അവൻ്റെ സ്നേഹം അതാണ്. ഇങ്ങനെ എന്താ പറയുക, ഓരോന്ന് കാണിച്ച് അതിനിങ്ങനെ കരയിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് എനിക്ക് ഭയങ്കര സ്നേഹം. ഇങ്ങനെ കരയുന്ന കാണുമ്പോൾ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ വ്യൂസൊക്കെ വീണ്ടും കുറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ എന്ത് ചെയ്യുക, നമ്മുടെ വീഡിയോസൊക്കെ അയച്ചു കൊടുക്കുക, അവരോടൊക്കെ ഒന്ന് കാണാൻ പറയാം, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറയാം. ഓക്കെ, ഒരുപാട് പേരുണ്ട് ഇപ്പോഴും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഭയങ്കര സന്തോഷമാണ് അതൊക്കെ കേൾക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും എന്താ പറയുക, താങ്ക്സ് പറയുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.